എൻ്റെ പേര് അലീന. ഞങ്ങൾ കറുകുറ്റിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് സുമേഷ്. ഇത് ഞങ്ങളുടെ മോൻ കെൽവിൻ. ഞാനിവിടെ 2022 നവംബർ 2-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ആൻറ്റി പറഞ്ഞു നിങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കും. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു 4 വർഷമായിട്ട്. അതിനിടയ്ക്ക് ഞങ്ങളുടെ വിഷമം കണ്ട് ആൻറ്റി പറഞ്ഞു നിങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്താൽ നിങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി മാതാവ് അനുഗ്രഹിക്കുമെന്ന്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് യൂട്യൂബിലൂടെ കൃപാസനത്തിലെ ശുശ്രൂഷകളും സാക്ഷ്യങ്ങളും ഒക്കെ കാണാറുണ്ടായിരുന്നു. മക്കളില്ലാത്തവരുടെ സാക്ഷ്യം, മക്കളെ നൽകി അനുഗ്രഹിച്ച സാക്ഷ്യങ്ങളൊക്കെ കണ്ട് നിരന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി നവംബർ 2023 സെപ്റ്റംബർ 2-ാം തീയതി ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ ദൈവം നൽകി അനുഗ്രഹിച്ചു. ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ കാരുണ്യപ്രവർത്തികളിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഒപ്പം പങ്കുചേർന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ക്യാൻസർ രോഗിയായ ചേട്ടൻ്റെ കുടുംബത്തെ അതിൻ്റെ ഒരു പാവപ്പെട്ട ചേട്ടനായിരുന്നു. അവരുടെ കുടുംബത്തെ ഞങ്ങൾ സഹായിക്കാറുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്ത് അദ്ദേഹത്തെ സഹായിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ പത്രം കൊടുക്കാറുണ്ടായിരുന്നു. പത്രം കൊടുക്കുമ്പോൾ ഞാൻ അതിനു മുമ്പ് പ്രാർത്ഥിക്കുമായിരുന്നു, ഈ പത്രം മേടിച്ച് വായിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ അനുഗ്രഹം കിട്ടുവാണെങ്കിൽ മാതാവേ അത് ഓരോ വിശ്വാസ പ്രമാണം ചൊല്ലി നിനക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുപോലെ ഞാനൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഡിസംബർ 25-ാം തീയതി ക്രിസ്മസ് ആണല്ലോ മാതാവേ. അതിനു മുൻപ് എനിക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുമോ മാതാവേ. നിനക്കൊരു കുഞ്ഞിനെ കിട്ടില്ലേ, ഞങ്ങളുടെ വിഷമം നിനക്ക് മനസ്സിലാവുമോ മാതാവേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ 24-ാം തീയതി ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിരുന്നു. അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, അമ്മ മാതാവേ അമ്മയുടെ കയ്യിലുള്ള കുഞ്ഞിനെ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അമ്മ മാതാവും ദിവ്യകുമാരനും വഴി ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി പറയും. ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ 2 പേര് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ മുടങ്ങാതെ പങ്കെടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ബൈബിൾ എല്ലാ ദിവസവും അരമണിക്കൂർ പറ്റുന്നിടത്തോളം നേരം ബൈബിൾ വായിക്കാറുണ്ടായിരുന്നു. പിന്നെ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ഞങ്ങളും ആരാധനയിലും മുടങ്ങാതെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ഓരോ സാക്ഷ്യങ്ങൾ കണ്ട് ഷെയർ ചെയ്യുമായിരുന്നു. അമ്മ മാതാവും ദിവ്യകുമാരന് വഴി ലഭിച്ച അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി പറയും. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം കയ്യിലിരിക്കുന്ന കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഏറെ പ്രത്യേകിച്ച് ഇവരൊരു കുടുംബമായിട്ട് ഈ അൾത്താരയിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു യുക്തിപരമായൊരു ബോധ്യമുണ്ടല്ലോ. കാരണം ഈ ഒരു വിശ്വാസത്തിൽ ഇവർ 3 പേരും, അതിപ്പോൾ കുഞ്ഞും അപ്പച്ചനും അമ്മയും, അപ്പോൾ ഇവരെ ഈ ഉടമ്പടിയിലേക്ക് കൊണ്ടുവന്ന് ഇവരുടെ മാതാപിതാക്കളും ഉൾപ്പെടെ വലിയൊരു ബോധ്യത്തിലാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ സാക്ഷ്യം പറയുമ്പോഴും, അല്ലെങ്കിൽ ഇവിടെ നിങ്ങളൊരു വ്യക്തിയെക്കുറിച്ചും അല്ലെങ്കിൽ ലഭിച്ച ഒരു വലിയ ഫലത്തിനെക്കുറിച്ചും സാക്ഷ്യം പറയുമ്പോൾ ആ വ്യക്തി ഇവിടെ ഉണ്ടാവണം എന്ന് പറയുന്നത് ഈ ഒരു കുടുംബമായിട്ട് അൾത്താരയിലുള്ള ഒരു നിൽപ്പും പ്രാർത്ഥനയും തന്നെയും ഇപ്പോൾ ഈ ജനസമൂഹത്തിനും ഇനി നാളെ നമ്മളത് അനുവദിച്ച് പുറത്തേക്ക് വിടുമ്പോഴുള്ള വലിയൊരു സാക്ഷ്യമാണ്. അപ്പം വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചു എന്നുള്ളത് അവസാനം ഈ മകൾ സാക്ഷ്യം പറയുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ മാതാവിനോടുള്ള ഒരു പ്രത്യേകമായൊരു സംഭാഷണം, ഒരുപക്ഷെ ഈ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോഴും എപ്പോഴും ഇങ്ങനെ മാതാവിനെ റിലേറ്റ് ചെയ്ത് സംസാരിക്കുന്നത് അത് തന്നെ വലിയൊരു പ്രാർത്ഥനയാണ്. അതൊരു ഔദ്യോഗികമായ സഭയുടെയോ പ്രാർത്ഥനാ ശൈലിയുടെയോ ഒന്നുമല്ലല്ലോ. ഒരാൾ വ്യക്തിപരമായിട്ട് മാതാവിനോട് സ്വന്തം അമ്മ എന്നതുപോലെ സംഭാഷണത്തിലും ഉടമ്പടിയിൽ നിന്ന് ലഭിക്കുന്ന ആഴത്തിലും ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണത്. അപ്പം അങ്ങനൊരു പ്രാർത്ഥന വ്യക്തിപരമായിട്ട് ഉണ്ട് എന്നുള്ളതും ആ പ്രാർത്ഥനയ്ക്ക് അതും അത് ഉണ്ണീശോയുടെ വരവിന് തൊട്ടു പിന്നാലെ ഡിസംബർ 24 തന്നെ ഒരു മറുപടി ലഭിച്ചു എന്നുള്ളതൊക്കെ പറയുന്നത് ഇപ്പം നമ്മൾ കേൾക്കുമ്പം എത്രത്തോളം അനുഭവം നമുക്ക് മനസ്സിലാവുന്നതില്ല. പക്ഷേ ഇത് പ്രാർത്ഥിച്ച ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവിടെ വിശ്വാസ ജീവിതത്തിൽ ഇത് എപ്പോഴും ഒരു നാഴികക്കല്ലും ഓർമ്മയും ദൈവാനുഭവമാണ്. അപ്പോൾ ഏറെ പ്രത്യേകിച്ച് ലഭിച്ച കുഞ്ഞിനെ പ്രതിയും ഉടമ്പടിയിൽ അവർ ജീവിതം ഒന്ന് ക്രമീകരിച്ചതോ ഒരുമിച്ച് പ്രാർത്ഥിച്ചതോ ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനൊരു ആഗ്രഹവും പ്രാർത്ഥനയുമല്ല, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ വളർച്ച ഉണ്ടായിരുന്നു എന്നുള്ളതും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഏറെ പ്രത്യേകിച്ച് ഇവർക്ക് ലഭിച്ച ഈ കുഞ്ഞിനെ പ്രതി, ദൈവം നൽകിയ പരിശുദ്ധം വഴി നൽകിയ കുഞ്ഞിനെ പ്രതി മറ്റെല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.